പതിയെ പതിയെ ഇന്ത്യൻ ഫുട്ബോളിന്റെ കാറ്റ് ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് വീശി തുടങ്ങി എന്ന് വേണം കരുതാൻ. കാരണം ആരാധകർ തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതുകൂടാതെ ബ്ലാസ്റ്റേഴ്സ് തോൽവിയിൽ നിന്നും വിജയത്തോളം പോകുന്ന ഒരു സമനില നേടി പോയിന്റ് പട്ടികയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് കരുത്തന്മാരായിട്ടുള്ള പഞ്ചാബ് എഫ്സിക്കെതിരെയാണ്. പണ്ട് പഞ്ചാബിനെ കരുത്തന്മാരെന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു കരുത്തന്മാർ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ അവരുടെ സൂപ്പർ സ്റ്റാർ സ്ട്രൈക്കറായിട്ടുള്ള എഫിയോൻ സംഗുസി ഡയറക്റ്റ് റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോയതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ എഫിയോൻ ഉണ്ടായിരിക്കില്ല. അത് തന്നെ ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എഫിയോങ്ങിന് പുറമെ അവരുടെ പ്രതിരോധത്തിൽ നിന്നും ബ്രസീലിയൻ സൂപ്പർ താരമായിട്ടുള്ള പാബ്ലോ സാന്റോസും പരുക്കും മൂലം ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കുന്നില്ല എന്നാണ് പുതിയ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. അപ്പം പറഞ്ഞു വരുമ്പോൾ പഞ്ചാബ് എഫ് സി എന്ന ടീം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അടുത്ത മത്സരത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബൂട്ട് കെട്ടാൻ ഇറങ്ങുന്ന സമയത്ത് അവരുടെ ആക്രമണത്തിൽ നിന്നും പ്രതിരോധത്തിൽ നിന്നും രണ്ട് നിർണായക താരങ്ങൾ ഇല്ലാതെ ആയിരിക്കും അവർ പോയിട്ടിറങ്ങുന്നത്. അപ്പം പ്രധാനപ്പെട്ട രണ്ട് കീ പ്ലേയേഴ്സ് ഇല്ലാതെ ഇറങ്ങുന്ന പഞ്ചാബിനെ ബ്ലാസ്റ്റേഴ്സിന് ഒന്ന് വേണമെങ്കിൽ പിടിച്ച് മെരുക്കാവുന്നതേ ഉള്ളൂ. ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് കാറ്റും കാര്യങ്ങളും വീശി തുടങ്ങി. പഞ്ചാബിന്റെ മുൻനിരയിൽ നിന്നും പിൻനിരയിൽ നിന്നും രണ്ട് പ്രമുഖ പോരാളികൾ പുറത്തേക്ക് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബിനെതിരെയുള്ള കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ലാളിത്യം വരേണ്ടതാണ്. അത് വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.